നല്ല കള്ള് കുടിച്ചിട്ട് ഡബിൾ വയറുള്ള ആൾക്കാർ റെഡിയാക്കും. അന്നത്തെ മൈൻ കള്ളാണ്. അതും മൈൻ വെച്ചിട്ട് എല്ലാരും നട്ടംതിരി. ആ നട്ടം തിരിയുമ്പോ അപ്പലാണ് ചെറിയ ചെറിയ മക്കള് ടൈറ്റ് ഫിറ്റ് പാന്റ്, കാണുന്ന തലക്കൊരു ചൊട്ടി, തൊപ്പിയില്ല, കൈ ദപ്പ് പിടിച്ചിട്ട് അബുജാലിന്റെ മക്കള് ദപ്പ് പിടിച്ചിട്ട് അപ്പോഴാണ് പിന്നൊരു കൂട്ടം കിടാക്കള് ഐസ് കണ്ണിലെ കണ്ട അപ്പോഴാണ് ഡ്രസ് ധരിച്ചതായ പെണ്ണുങ്ങൾ കയ്യിലേക്കും കാലിലേക്കും ചനക്ക് കെട്ടിട്ട് പെണ്ണ് കിടാക്കള് ഒരു ഭാഗത്തിൽ നിന്ന് വരുന്നു ഞങ്ങള് അബൂ സുഫിയാന്റെ പടകളുമായി ദീനുൽ ഇസ്ലാമാകെ തകർക്കാൻ വന്നിടുകൂക്കം സേനകളാൽ വന്നിടുകൂക്കം പടകളുമായി വന്നോളൂ പോയിക്കോളൂ. അബൂ സുഫിയാൻ 1000ഓളം പടയാളുകളോടുകൂടെ മുട്ടലോടുകൂടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. വന്യരായ സ്വഹാബത്ത് മദീനത്തെ പള്ളിന്റെ ഒരു ഭാഗത്ത് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ആയുധമൊക്കെ അണഞ്ഞിട്ട് ഇന്ന് ഉച്ചക്ക് നിക്കാഹിന് ഒരുങ്ങേണ്ട പുതിയാപ്പള പിന്നൊരു ഭാഗത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അബൂ സുഫിയാന്റെ പട്ടാളം വന്നു. ഭയങ്കരമാകപ്പെട്ട മുട്ടും തട്ടുവാകുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് മുട്ടാനില്ല, പാട്ടില്ല. സ്വഹാബത്തിന്റെ കയ്യിലുള്ള ആയുധം എന്താണെന്നറിയോ? അല്ലാഹു അക്ബർ. ശബ്ദം കേട്ടപ്പോ ഈ മുട്ടുന്നാളെ ദപ്പുണ്ടല്ലേ, ദപ്പു ദല ദല ദപ്പു ദുൽ ദുൽ ചക്ക ചല ചല ചക്ക കുരു കുരു തക്ബീർ കേട്ടപ്പോ പിന്നെ പണി ഇത് നോർക്കറിയും. മുന്നേ കുറെ കണ്ടത് ബദറിലല്ല. പിന്നെ പോന്ന ഈ കള്ളു കുടിച്ചിട്ട് കിട്ടി. അതാണ് ഒരു പതിവ്. എത്രയോ പറഞ്ഞാൽ പിരാന്ത് പിടിച്ച നായ എങ്ങനെയാണ്. അപ്പോഴാണ് അല്ലാഹു തആല ഇത് ഒരു പിരാന്തൻ നായ്ക്ക് പിരാന്ത് പിടിച്ചെങ്കിൽ അത് കടിക്കും. ഒരുത്തനെ കടിച്ചും കളക്കിയെങ്കിൽ ചിലപ്പോ ഇയാൾക്ക് പിരാന്താവും. അതിനങ്ങനെ കളക്കിയെങ്കിൽ എല്ലാവർക്കും കടിക്കും, പിന്നെ എല്ലാവർക്കും പിരാന്താവും. അപ്പൊ അതിനെ കൊല്ലണം. അവർക്ക് കുറെ മാഫ് കൊടുത്ത് അവസാന റസൂലുള്ളാഹിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോ ആണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ആക്രമിക്കുന്നവർ തിരിച്ചാക്രമിച്ചോ എന്ന് അല്ലാഹു തആല പറഞ്ഞതല്ലാതെ റസൂലുള്ളാഹിനെ കൊണ്ട് ഒറ്റ ഒരു മനുഷ്യന്മാർ മരിച്ചിട്ടില്ല. ആര് മരണപ്പെട്ടു? മുത്തു റസൂലുള്ളാഹിന്റെ കാരണമായിട്ട് ഒരാളും മരിച്ചിട്ടില്ല. ഒരു ശത്രു നഷ്ടപ്പെട്ടു പോയിട്ടുമില്ല. റസൂലുള്ളാഹിനെ കൊണ്ട് ഒരു ചോര ഇവിടെ വലിച്ചിട്ടില്ല. ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ നബി തങ്ങൾ കൊണ്ടേന ആയുധത്തിൽ അറിയോ 8 ബാള്. യുദ്ധത്തിന് പോകുന്ന 305 ആൾക്കാർ 8 ബാളില്ല തല്ലിക്ക് പോകുന്ന 8 വാള് 5 കുതിര 70 ഒട്ടകം. മദീനത്തിൽ നിന്ന് ബദറിലേക്ക് ഇന്ന് കണക്കെടുത്ത് നോക്കിയാൽ 150 കിലോമീറ്റർ നടന്നിട്ടാണ് നബി തങ്ങളുടെ സ്വഹാബത്ത് പോയി. 150 കിലോമീറ്റർ ബദറിലേക്ക് യുദ്ധത്തിന് പോയിനല്ല. അവിടെ എത്തിയപ്പോ യുദ്ധം ചെയ്യേണ്ടി വന്നു. പിന്നെ 8 ബാളെങ്കിൽ 8 ബാള്, പിന്നെ യുദ്ധം തന്നെ. അത് റസൂലുള്ളാഹി. അതല്ലാതെ യുദ്ധത്തിന് റസൂലുള്ളാഹി തങ്ങൾ എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. ആഗ്രഹം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. അബൂ സുഫിയാന്റെ പട്ടാളക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ സ്വഹാബത്ത് തക്ബീർ പറഞ്ഞപ്പോ മുട്ടുന്നാളെ മുട്ടുപോയി. എല്ലാരും ഇങ്ങനെ അമ്പരന്നു. പെട്ടെന്ന് അബൂ സുഫിയാന്റെ ആൾക്കാർ എല്ലാരും അമ്പും വില്ലും കയ്യിൽ പിടിച്ച് വിള്ളുവാണ്. അപ്പൊ റസൂൽ സ്വഹാബത്തും എല്ലാരും ഇങ്ങനെ കയ്യിൽ പിടിച്ചു. അപ്പൊ നബി തങ്ങൾ മെല്ലെ വന്നു. അബൂ സുഫിയാന്റെ ആൾ അവിടെയുള്ള നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ യുദ്ധം ചെയ്യുമ്പോ ജാഗ്രത. അവർ വാളെടുക്കാതെ നിങ്ങൾ വാളെടുക്കരുത്. അവർ വാളെടുത്ത് കൊത്തുമ്പോ നിങ്ങൾ തടുക്കണം, തിരിച്ചു കൊത്തരുത്. റസൂലുള്ളാഹി പറയാം, അവർ വാളിൽ കൊത്തുമ്പോ നിങ്ങൾ തടുക്കണം കഴിഞ്ഞത്ര, അല്ലാതെ പെട്ടെന്ന് കൊത്തരുത്. യുദ്ധം ചെയ്യുമ്പോ നിങ്ങൾക്ക് ദുനിയാവിൽ ആഖിറമാണ്, സ്വർഗം. ആ സ്വർഗത്തിന് കണ്ട് യുദ്ധം ചെയ്യുമ്പോ പെണ്ണുങ്ങള് കുട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെണ്ണോ ഒരു കുഞ്ഞിക്കൊരു മുറിയായാലില്ലേ, ഞാനല്ല അതിന്റെ ആള്. ആരംഭ നബിയുനാ റസൂലുള്ളാഹി വയസ്സന്മാരുണ്ട്, ജാഗ്രതി എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറയാ, കൂട്ടുകാരെ അതാ മുഹമ്മദ് വന്നിട്ട് എന്തോ ഒരു ഫിത്ന അവിടെ നടത്തി, തുടങ്ങണ യുദ്ധം. ആ സമയത്തിലാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹു അക്ബർ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് ത്വാഹ മുത്തോരെ മുന്നിലാണഞ്ഞിടും സേനകൾ മക്കികളിമ്പാടും മുട്ടുകൾ തട്ടുകൾ ഭാഷം കൊണ്ടത് ജോറതിൽ മുർസൽ മുഹമ്മദ് ത്വാഹ മുത്തോരെ മുമ്പിൽ അണഞ്ഞിടും സേനകൾ മുക്കിലെയുംപാടും നേരം ചെണ്ടുകൾ തട്ടുകൾ നീക്കലായി മുർസൽ മുഹമ്മദ് ത്വാഹ മുത്തോരെ മുമ്പിൽ അണഞ്ഞിടും സേനകൾ മുക്കികളിമ്പാടും നേരം ചെണ്ടകൾ മുട്ടുകൾ തട്ടുകൾ നീക്കലായി. അബൂ സുഫിയാൻ പറഞ്ഞു, കൂട്ടുകാരെ, ആ മുഹമ്മദ് വന്നിട്ട് അവരുടെ എന്തോ ഒരു ഫിത്ന പറഞ്ഞു പോയതാ, തുടങ്ങി യുദ്ധം എന്ന് പറഞ്ഞപ്പോ ശത്രുക്കൾ എല്ലാരും അമ്പെടുത്തപ്പോ സ്വഹാബത്ത് സ്വഹാബത്ത് അങ്ങനെയാണ്. സ്വഹാബികൾ മരിക്കാൻ പോയവർക്ക് ജയിക്കണമെന്നില്ല. മരിക്കാൻ പോയ ആൾ ജയിക്കും, ഉറപ്പാണ്. മരിച്ചാൽ സ്വർഗം, ജയിച്ചാൽ ഇസ്ലാമിൽ. മറ്റോർ വന്ന് അങ്ങനല്ല, ജയിക്കണം. അങ്ങ് പോയങ്ങ് നരകം ഓർക്കും പറയും, അവിടെ എന്തുള്ള വിശ്വാസം ഓർക്കില്ല, സ്വർഗമില്ലല്ലോ. ഇങ്ങനെ റെഡിയായിരിക്കുമ്പോഴാണ് അബൂ സുഫിയാന്റെ പട്ടാളത്തിൽ നിന്ന് ഒരുത്തൻ ഒരു അമ്പെടുത്തിട്ട് സ്വഹാബത്തിന്റെ മധ്യത്തിലേക്ക് ഇങ്ങനെ വിട്ടപ്പോ സ്വഹാബികൾ അമ്പെടുത്ത് രണ്ട് ഭാഗം ഇങ്ങനെ അമ്പ് യുദ്ധം നടക്കുമ്പോ ശത്രുക്കൾ വാളുയർത്തി, സ്വഹാബത്ത് ഉയർത്തി, അടുത്തു. ഇപ്പൊ ഇത് 1000-ഓളം വരുന്ന അബൂ സുഫിയാന്റെ പട്ടാളത്തിൽ ഈ സ്വഹാബികൾ ഇങ്ങനെ കളർന്ന്. ഇപ്പൊ ആരാണ് അബൂ സുഫിയാന്റെ ആള്? ആരാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എന്നറിയുന്നില്ല. അവരിൽ എന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഘോരമായ പോരാട്ടമാണ്. ബദർ പാട്ടിൽ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞതുപോലെ അതൊരു യുദ്ധമാണ്. ഏതാകട്ടെ സ്വഹാബത്ത് ഇങ്ങനെ ഘോരമായി പോരാടുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ ഘോരമായ പോരാട്ടം നടത്തുന്നു. സ്വഹാബികൾക്ക് ദുനിയാവ് കാണുന്നില്ല, അവർ സ്വർഗം കാണുന്നു. സ്വർഗം, ദീനുൽ ഇസ്ലാം, മുത്തു ഹബീബ് അല്ലാഹ്, ഇതല്ലാതെ പിന്നൊന്നില്ല. ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴേക്കാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ളുഹറിന് നിക്കാഹ് കഴിയേണ്ട പുതിയ ആപ്പിളയായ സഅദ് പടത്തൊപ്പി ഒന്ന് റെഡി ശരിയാക്കി, ചെരുപ്പൊന്ന് ശരിയാക്കി, പടവൾട്ട് ഒന്ന് മുറുകി കെട്ടി, ആ മുഖമൂടി എടുത്തിട്ട് മുഖത്തേക്ക് കെട്ടി കവറിട്ട് 2 കണ്ണ് മാത്രം, പടവാള് കയ്യിൽ പിടിച്ച് കുതിരപ്പുറത്ത് കയറി. പടച്ചോനെ, ഇപ്പൊ എന്റെ ചങ്ങായിമാർ സ്വഹാബത്തിന് ദുനിയാവ് കാണുന്നില്ല, അവർ യുദ്ധത്തിലാണ്. ഇപ്പൊ ഇതാ ഞാൻ പോകുന്നത് ഇവർക്ക് അറിയാൻ പാടില്ല. ഘോരമായ യുദ്ധമാണ്, ശത്രുക്കൾക്കുള്ള തല പറക്കുന്ന. സ്വഹാബത്ത് ഷഹീദാന്ന്. ചില ആൾ തലയില്ലാതെ ഓടുന്ന ശത്രുക്കള് സ്പീഡിൽ കൊത്തു കിട്ടിയപ്പോ ചില ആൾക്കാർ കൂടുതൽ കുത്തുന്നു. പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുത്തതുപോലെ പാതി മാത്രം. ശത്രുക്കൾ ചിഹ്നം ഭിന്നമാകുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. നടത്തുകയാണ്. ആ നടത്തുന്ന സമയത്തില് ഒരു കൂരമ്പ് വരികയാണ്. സഅദിന്റെ നെഞ്ഞിൽ തുറച്ച് സഅദ് റളിയല്ലാഹു അൻഹു ഭാഗത്ത് കിടന്ന് ഷഹീദാകുകയാണ്. അല്ലാഹു അക്ബർ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. യുദ്ധം കഴിഞ്ഞു.
യുദ്ധം കഴിഞ്ഞു, ശത്രുക്കൾ പിടഞ്ഞ് ചത്ത് വീണു, സ്വഹാബത്ത് ഷഹീദായി. ബാക്കിയുള്ള ശത്രുക്കൾ ഓടി. ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം ഓടി വന്ന് നോക്കുമ്പോ കൈകളും കാലുകളൊക്കെ യുദ്ധക്കളത്തിൽ ചിതറി കിടക്കുന്നു. അതിനിടക്ക് ഷഹീദായ സ്വഹാബത്ത്, രക്തസാക്ഷികളായ സ്വഹാബത്തിന്റെ മയ്യത്ത് ഓരോന്നെടുത്തിട്ട് ഓരോ സൈഡിൽ ഇങ്ങനെ മരുഭൂമിയിൽ പൊയ്യയിൽ കടത്തി. അപ്പോഴാണ് അള്ളാന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ അതാര്? നോക്കുമ്പോ അവിടെ ഒരു സ്വഹാബി വീണിട്ട് ഒരാള് ഷഹീദായിട്ടുണ്ട്. അങ്ങനെ അറിയോ? മുഖത്തിലേക്ക് കവർ കെട്ടിട്ടുണ്ട്, തലക്ക് പടത്തൊപ്പിയുണ്ട്, ഷർട്ടെല്ലാം ഉണ്ട്, കയ്യില് വാളുണ്ട്. അയാളെ നെഞ്ചിലതാ വലിയ ഒരു ശത്രുവിന്റെ അമ്പ് തുളച്ചു കയറിട്ട് അയാൾ ഷഹീദായിട്ടുണ്ട്. റസൂലുള്ള ചോദിച്ചു, ഇതാരാ? സ്വഹാബത്ത് പറഞ്ഞു, നബി ആരെന്നറിയുന്നില്ല, മുഖത്തിലേക്ക് കവർ കെട്ടിട്ടുണ്ട്. യുദ്ധം സ്പീഡായി. അബൂ സുഫിയാന്റെ പാർട്ടി കുറച്ച് ചൂടായിരുന്നു, അവർ ഉഷാറായിരുന്നു. അവരിങ്ങനെ ഉഷാറായപ്പോ ഈ മനുഷ്യൻ എവിടുന്ന് വന്നറിയൂല, പോർക്കളത്തിലേക്ക് തുള്ളിച്ചാടി. എന്നിട്ട് ഘോരമായി യുദ്ധം ചെയ്തിട്ട് അബൂ സുഫിയാന്റെ ആൾക്കാരെ ഓടിച്ചത് ഇയാളാ. ആ ഓടിക്കുന്നതിനിടക്ക് അബൂ സുഫിയാന്റെ പട്ടാളത്തിൽപ്പെട്ട ഒരുത്തൻ ഒരു അമ്പി ഇങ്ങനെ വിട്ടത് ഇദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കിട്ടിട്ടാ ഇദ്ദേഹം വീണത്. ഞമ്മളാ ആളാ, ആരെന്നറിയൂല, ഇതാരാ? അങ്ങനെ സ്വഹാബത്ത് ചുറ്റുന്നു നിന്ന് റസൂലുള്ള പോയിട്ട് മരിച്ചു കിടക്കുന്ന ആളെ നേരെ തലന്റെ അവിടെ ഇരുന്നിട്ട് നബി തങ്ങള് ആ ചെറുപ്പക്കാരന്റെ മുഖത്തിലുള്ള കവറുണ്ടല്ലോ, മുഖക്കവർ, അതിങ്ങനെ നീക്കിയപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഖമൂടി നീക്കി റസൂലും പൊട്ടിക്കരയുന്നേ. മുഖമൂടി നീക്കി റസൂലും പൊട്ടിക്കരയുന്നേ. മഹനീയരാമെന്ന് സതിൻ ചരിതങ്ങൾ കഥനം തുളുമ്പുന്ന മനം വേദന താങ്ങാൻ പറ്റുന്നില്ല ഖേദത്തിന്തിനാ. മുഖമൂടി നീക്കി റസൂലും പൊട്ടിക്കരയുന്നേ. മഹനീയരാം സഹദോരെ ചരിതം ഓർക്കുന്നേ. കഥനം തുളുമ്പുന്ന മനം വേദന താങ്ങാൻ പറ്റുന്നില്ല ഖേദത്തിന്തിനാ. കബറിൻ മണ്ണറയിൽ സാദിൻ താത്തി ഖൈരി ഒരുവനായി കയ്യുമുയർത്തി. സ്വർഗം കണ്ട് സാദി ചാരിക്കും കഥാ ശരഫോർ സഹബോരിൽ ഉരത്തി കഥാ. മുഖമൂടി നീക്കി റസൂലും പൊട്ടിക്കരയുന്നേ. മഹനീയരാം സഹദിൻ ചരിതം ഓർക്കുന്നേ. കഥനം തുളുമ്പുന്ന മനം വേദന താങ്ങാൻ പറ്റുന്നില്ല ഖേദത്തിന്തിനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ യോദ്ധാവിന്റെ ചെറുപ്പക്കാരന്റെ മുഖത്തിലുള്ള മുഖം മുതിങ്ങി നീക്കിയപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്രയോ കാലമായി ഇവര് നിക്കാഹ് കഴിയണമെന്ന് ആശപ്പെട്ട് ഇന്ന് ഉച്ചക്ക് മദീനത്തെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളായ ഏറ്റവും വലിയ സുന്ദരിയായ സഫിയാനെ നിക്കാഹ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്നു.